ഫലജ് ടാരസ് കാണാൻ എന്ത് ഭംഗിയാലേ. ഇത് ഡേ ടൈമിലുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഏകദേശം നൈറ്റാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒമാനിൽ വന്നതിന് ശേഷം ഇത്ര അധികം ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് എൻജോയ് ചെയ്ത ഒരു ഡേ എന്ന് പറഞ്ഞാൽ അത് ഈ ഫലജ് ടാരസിൽ പോയ ദിവസമായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ പറയില്ലേ, നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ അറ്റ്മോസ്ഫിയർ, അതിൻ്റെ ഒരു ആംബിയൻസ്, അതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ എനർജി, അവരുടെ കണക്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ മൊമെൻറ്റ് വരുമ്പോൾ പ്യോർ ബ്ലിസ്, അടിപൊളിയൊരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവിടെ ഒമാനിലുള്ളത് ഗവർണറേറ്റ്സ് ആണ്. 11 ഗവർണറേറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ തന്നെ അൽ ദക്ലിയ എന്ന് പറഞ്ഞ ഗവർണറേറ്റിലുള്ള നിസ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഈ ഫലജ് ടാരസ് എന്ന് പറഞ്ഞത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഒമാനിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇത്. അതുകൊണ്ട് തന്നെ യുനെസ്കോയിലെ ലിസ്റ്റിങ്ങിലൊക്കെ ഈ ഫലജ് ടാരസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാട്ടറൊക്കെ ഇവിടെ നിന്ന് അക്യുഫേഴ്സിൽ നിന്നൊക്കെയാണ് വാട്ടറൊക്കെ വരുന്നത്. നമ്മളുടെ ഈ പറഞ്ഞ ഡേറ്റ്സിൻ്റെ ഫാം, അതുപോലെ തന്നെ പൊമോഗ്രനേറ്റ്സ്, കുറേ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിനൊക്കെയുള്ള ഇറിഗേഷനൊക്കെ ഈ വാട്ടർ ബോഡിയിൽ നിന്നാണ് എടുക്കണേ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മാറ്റി നിർത്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് പോയ സമയത്ത് അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ്. അല്ല ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്യുവറായിട്ടുള്ള വാട്ടറും, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് പീസ്ഫുള്ളായിട്ട് അധികം സൗണ്ടോ അതുപോലെ ട്രാഫിക്കോ ഒന്നുമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്പേസും. സോ ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് ഈവനിങ്സൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനും ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് ഡേ ആൻഡ് വെരി വെൽ സ്പെൻഡ്. അപ്പോൾ നിസ്വയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റാണ് ഈ ഫലജ് ടാരസ്.